അപ്പോൾ മക്കളെ അൽബാൻ്റെ പുതിയൊരു ഡെസ്റ്റിനേഷൻ തേടിയിട്ടുള്ള യാത്രയിലാണ്. നമ്മളിതാ ബാക്കിലുള്ള കുന്ന് അവിടെ കാർ നിർത്തിയിട്ട് ഓഫ് റോഡാണ്. അവിടെ ഇറക്കം നമ്മുടെ കാറിന്ന് ഇറങ്ങില്ല. ബസ്സീസ് ഉണ്ട്, ഇക്ബാൽ ബായ് ഉണ്ട്. എത്ര നടക്കേണ്ട ഒരു പിടുത്തമില്ല, എങ്ങനെ ഉണ്ടാവും അറിയില്ല. പോയി നോക്കട്ടെ. നമുക്ക് പോകേണ്ടത് അവിടെ എവിടെയോ ആണ്, ഇവിടെ പിടുത്തല്ല. പോയി നോക്കുക. അപ്പോൾ നമുക്ക് പോയി നോക്കാം എന്തൊക്കെയുണ്ട്. അടിപൊളി കാഴ്ചകളാട്ടോ. ഇറങ്ങിയിട്ടും ഇറക്കം തീരുന്നില്ലല്ലോ ഇക്ബാൽ ബായ്. ഒക്കെ തിരിച്ച് കയറാനല്ലോ കുറച്ചാണ്. നമ്മളിത് ആ വില്ല പ്രൊജക്റ്റ് നടക്കുന്ന അവിടെയാണ് കാർ നിർത്തിയിട്ടുള്ളത്. ഇത്രയും ദൂരം നടന്നു വന്നു, ഇനിയും ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ട്. എന്താ അറിയില്ല, പോയി നോക്കാം. ഇത് എന്ന് നടന്നെത്തും. മുന്തിരി കൃഷിയുണ്ട്, ഒലീവുണ്ട്, അനാറുണ്ട് ഇപ്പുറത്ത്. ഇനിയിപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് തപ്പിപ്പിടിക്കണം. വന്ന് റുമ്മാത്തോട്ടത്തിൽ കൂടെ പാസ് ചെയ്യാണ്. അവിടെ ഒരാളെ കണ്ടു. ഇത് ആൽമണ്ട് ആട്ടോ, ബദാം. ഇത് കുയൽ കിണർ. അപ്പോൾ ഈ മസറിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ പോകാനാണ് പറഞ്ഞത്. എത്രത്തോളം ഇനിയും പറഞ്ഞ സ്ഥിതിക്ക് ഇനിയും 2 കിലോമീറ്റർ നടക്കാണ്ടല്ലോ. ആ മല ചാടി ഇറങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാ, പോയി നോക്കുക. ടാസ്ക് നിറഞ്ഞ വഴിയിലെത്തിക്കണല്ലോ. ഇതിലൂടെ അങ്ങനെ പോവാ. താഴെക്കൂടെ വരണം, താഴെക്കൂടെ അങ്ങനെ അങ്ങോട്ട്. യെസ്, താഴെക്കൂടെ പോയി. Come on, ഇതില്ലേ യോ പൂച്ചക്കാട്ടോ, പുലിക്കാട്ടാ. ഇതിലൂടെ പോകാനാ പറഞ്ഞത്. കരടി ഉണ്ടാവോ? റെസ്റ്റ് എടുത്ത് പോകാല്ലേ? അങ്ങനെ സ്പോട്ട് കാണുന്നുണ്ട് ഇങ്ങനെ. ഇതമ്മോ ഏത് തുനിയാവാണതോ. ഒരു അരമുറുക്ക് വെള്ളം കുടിച്ചിട്ടൊക്കെ പോവാം. വാ, സ്ഥലം പൊളി, പക്ഷേ കുറച്ച് ടാസ്ക് എടുക്കണം. അവിടെ ഫസ്റ്റിലായി വന്നപ്പോൾ ഇത് വേറെ റോഡ് ഇവിടെ അങ്ങോട്ട് കിട്ടി. എന്തെടുക്കണോ? അയ്യോ, സ്ഥലമൊക്കെ പൊളി സ്ഥലം. ഇനി നമ്മളിതിങ്ങനെ ഇറങ്ങി നോക്കട്ടെ. ആശമാരെത്തുന്നില്ലല്ലോ. കമോൺ. രണ്ടര 3 കിലോമീറ്റർ നമ്മൾ നടന്നെത്തിയിട്ടുണ്ട്. ഈ വഴിയിലൂടെ അങ്ങനെ പോയി നോക്കണം എന്താ നമുക്ക് കിട്ടാന്ന് അറിയില്ല. പൊളിയായിരിക്കും കരുതുക. കമോൺ, പോയൊക്കെ. മാഷാഅല്ലാ, ഇതുവരെ വൈബാ. അങ്ങോട്ടൊക്കെ മുള്ള കുത്തല്ലേ. ഈ തേനീച്ചകൾ ഭയങ്കരമാണ്. തേനീച്ച കാരണം ഇതൊക്കെ പോയിട്ടിരിക്കുകയാണ്. ഇതിന് തേൻ കുടിക്കാൻ വന്നാ. ആദ്യമൊക്കെ നല്ല രസമുണ്ട് അല്ലേ? കണ്ടോ മക്കളെ, വാട്ടർഫോൾ മോനെ. ചാടിക്കുളിക്കാന് തോണ്ടേ കിടക്കാച്ചി കിണ്ണങ്കാച്ചി സ്ഥലം കേക്കണോ? വാ, പ്രകൃതി രമണീയം. അസീസ് ഭായ്, ഒരു രക്ഷയില്ല മോനെ. വന്നത് മുതലായി കേസ് ഒന്നും പറയാനില്ല. ഇനി നമ്മള് താഴെ വെള്ളച്ചാട്ടത്തിന്റെ താഴേക്കൊന്ന് പോയി നോക്കുക. സെറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ സെറ്റ് സ്ഥലം. ഒന്ന് ഇറങ്ങുമ്പോ ഒന്ന് നോക്കിയാ മതി. പോട്ടെ യല്ല എന്നാ കേക്കണോ മക്കളെ? വാ,
അപ്പോൾ ഫൈനലി എത്തി മക്കളെ, ഒരു പൊളി സ്ഥലം അൽബഹയിലെ മറ്റൊരു ബീറൽ ഹക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ്. കേട്ടു എന്താണ് തെളി നോക്കൂ. ഒരു മരക്കഷ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ ചാടി കുളിക്കാൻ പറ്റിയ സ്ഥലം. എന്നാലും ചാടി കുളിക്കാം, അങ്ങോട്ട് ചാടാ അങ്ങോട്ട് ചാടാ അല്ലേ. ഇത് നല്ല ആഴമുണ്ട്, കാണുന്ന പോലെയല്ല. ഒരു വട്ടത്തിലൊരു കുളം. പൊളി എന്ന് പറഞ്ഞാൽ പൊളി. അൽബഹയിലെ മറ്റേ ലൊക്കേഷൻ ബീറൽ ഹക്ക്. ഗൂഗിൾ മാപ്പിലൊക്കെ ഉണ്ട്, അടിച്ചു നോക്കിയാൽ. പക്ഷെ വരേണ്ടത് ഒരു പ്രൈവറ്റ് ഫാമിൻ്റെ ഉള്ളിലൂടെ വരേണ്ടത്. അത് മാത്രമേ ഒരു ടാസ്ക് ഉള്ളൂ. ഇത് കിട്ടണമെങ്കിൽ അത്യാവശ്യം നടക്കാണ്ട്. നമ്മളെ അൽമുസയെ പോകുന്ന പോലെ ബണി ഫർവേലെ പുതിയ വാട്ടർഫാൾ പോകുന്ന പോലെയല്ല, അത്യാവശ്യം ലോഡുണ്ട്. പിന്നെ ട്രക്ക് ചെയ്ത് വരാൻ വന്നാലും മുതലാവും. അവിടെ ഒരു മരക്കഷ്ണം ഉണ്ട്, അത് വെച്ചാൽ ഈ താഴെ വേണമെങ്കിൽ അവിടെയുണ്ട് ഒരു വാട്ടർഫാൾ. പോയി നോക്കട്ടെ. ഒക്കെ എന്തുണ്ട് നോക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇതങ്ങനെ കുത്തനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക, ഒരു രക്ഷയില്ല. ഇവിടെ നല്ല ആമ്പൽപ്പൂവാ. എന്താണ് ഇതുണ്ട് എന്താ അത്? ആമ്പൽപ്പൂവ, നല്ല അടിപൊളി ചെടി, മീനുകളൊക്കെ ഉണ്ട്. എന്നാൽ കേൾക്കണം മക്കളെ, കിടക്കാച്ചി കിണ്ണങ്കാച്ചി സ്ഥലം. അൽബഹയിലെ പുതിയ എന്താണ് കുളം ബീറൽ ഹക്കിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താ എന്താ പോയി എന്താ ഇതിൻ്റെയൊക്കെ ലൊക്കേഷൻ കിട്ടാൻ നമ്മുടെ കേസ് ലൊക്കേഷൻ ഫോളോ ചെയ്യാം. അതിൻ്റെ ലിങ്ക് അവിടെ താഴെ ചേർക്കുന്നുണ്ട്. അതിൽ താഴെ പോയ വാട്ടർഫാൾസിൽ ബീറൽ ഹക്ക് കാണും. ബീറൽ ഹക്ക് വാവ്. അപ്പൊ ചാടി കുളിക്കാൻ പൊളി എന്ന് പറഞ്ഞ പൊള്ളി സ്ഥലം, ഒന്നും പറയാലോ. വൈബോട് വൈബ്. എടുത്തോ, ചാടിക്കാം. ഇവിടെ മരണ്ട്, ആ മരക്കൊമ്പുമല നിൽക്കുന്നത്. അതിനൊന്നിങ്ങനെ ആടി കളിക്കാം. ഫാമിലിക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വേറെ കുട്ടികളെ കൊണ്ടുവരാം. പക്ഷേ നടക്കാൻ പറയാം, വലിയവരെ കൊണ്ടുവരാം, കുട്ടികളെ ഇരിക്കുന്നത്. അടിപൊളി. അല്ല പൊളി മക്കളെ, ഒന്നും പറയല്ല. പോന്നോളി, വെള്ളം നല്ല വെള്ളമുണ്ട്, നല്ല തെളിഞ്ഞ വെള്ളം അല്ലേ, പച്ച കളർ അടി കാണുന്നത്. ബീറൽ ഹക്കിന്ന് ഞങ്ങൾ പുളിയൊക്കെ കഴിഞ്ഞ് വിടാ, വീണ്ടും സന്ധിക്കും വരെ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് നടന്നോണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ ഉള്ളൊരു ശല്യം ഈച്ച മാത്രമാണ്. ഈച്ചകളെ കൊണ്ട് ഒന്നും പറയാൻ വയ്യ, ഒട്ടി പിടിച്ച് നിൽക്കുക. ഞങ്ങളിങ്ങനെ വാതി കൂടെ താഴേക്ക് നോക്കി പോട്ടെ, അല്ലെങ്കിൽ വിവരം അറിയും. ഓക്കെ, അപ്പോൾ ബൈ ബീറൽ ഹക്ക്. അപ്പോൾ ഒന്നുകൂടി പൊളിച്ചോളി, ചാടിക്കോളി, കിട്ടണ നമുക്ക് വാങ്ങിക്കോളി. അതൊക്കെ സ്വന്തം റിസ്കിൽ അത്താണ്.